ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSEയുടെ മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ സെഷനുകളുടെ ലിങ്ക് സ്ക്രീനിന് മുകളിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് കഴിഞ്ഞ സെഷനിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Use Euclid's division lemma to show that the cube of any positive integer is of the form 9m, 9m plus 1 or 9m plus 8. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ, ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും ക്യൂബിനെ എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. 9m, 9m plus 1, 9m or 9m plus 8 എന്ന ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതെങ്ങനെ തെളിയിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ എന്താണ്? 9m, 9m plus 1, 9m plus 8. നമ്മൾ എന്താണ് 3m എന്നൊക്കെ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? b equal to 3 എന്നെടുത്തു. 4m വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? b equal to 4 എന്നെടുത്തു അല്ലേ? അപ്പോഴൊക്കെ റിമൈൻഡർ എങ്ങനെയാണ് നമുക്ക് വന്നത്? 6 എന്ന് പറയുന്നതിന്റെ വാല്യൂ 3 എടുത്ത സമയത്ത് എന്ത് വന്നു? 0, 1, 2 എന്ന് വന്നു. b 4 ആയ സമയത്തോ നമുക്ക് റിമൈൻഡർ 0, 1, 2, 3 ഇങ്ങനെയാണ് വന്നത്. നമ്മൾ ഇവിടെ ഈ തന്ന ക്വസ്റ്റ്യനിൽ 9m വന്നതുകൊണ്ട് നമ്മൾ b equal to 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് r എങ്ങനെയൊക്കെ വരും? 0, 1, 2, 3, 4, 5, 6, 7, 8 ഇത്രയും വാല്യൂസ് നമുക്ക് റിമൈൻഡറിന് വരും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുന്നത് ഒരു വലിയ ലെങ്തി പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 9m, 9m plus 1, 9m plus 8 ഇതിലെല്ലാത്തിലും 9mനെ നമ്മൾ 3 into 3m എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് b equal to 3 എന്ന് നമ്മൾ എടുക്കും. ഓക്കെ, നമുക്ക് b equal to 3 എന്ന് എടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് 9m or 9m plus 1 or 9m plus 8. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ, ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് എടുക്കുന്നു. b equal to 3 എന്നും എടുത്തു. ഇനി എന്താണ്? യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ നമുക്ക് എന്തെന്ന് പറയാം? a equal to bq plus r ആണ്. where r greater than or equal to 0 less than b. bക്ക് 3 കൊടുക്കുമ്പോഴോ a equal to 3q plus r where r greater than or equal to 0 less than b. നമ്മുടെ b എന്താണ് ഇവിടെ? 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് r വാല്യൂസ് എന്തെന്നൊക്കെ കിട്ടും? 0, 1, 2. ഇനി when r equal to 0, r 0 ആവുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? a equal to 3q എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? എനി പോസിറ്റീവ് ഇൻറ്റിജറിന്റെ ക്യൂബാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ക്യൂബിങ് ബോത്ത് സൈഡ്. ക്യൂബിങ് ബോത്ത് സൈഡ് നമ്മൾ എടുത്ത a എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ വേണ്ടത് എന്താണ്? ആ പോസിറ്റീവ് ഇൻറ്റിജറിന്റെ ക്യൂബ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡും ക്യൂബ് ചെയ്യുന്നു. a ക്യൂബ് ഈക്വൽ ടു 3q ദി ഹോൾ ക്യൂബ്. 3q ദി ഹോൾ ക്യൂബിന് നമുക്ക് എന്തെന്ന് പറയാം? 3q ഇൻറ്റു 3q ഇൻറ്റു 3q. അപ്പൊ എന്ത് കിട്ടും? 27q ക്യൂബ്. അപ്പൊ എന്തായി? a ക്യൂബ് ഈക്വൽ ടു 27 ക്യൂബ്. q ക്യൂബ് 27q ക്യൂബ്. അതേപോലെ a ക്യൂബ് ഈക്വൽ ടു ഇതൊന്ന് നമുക്ക് 9, നമുക്ക് വേണ്ടത് എന്താണ്? 9m എന്നുള്ള റെപ്രസെന്റേഷൻ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് 9 കോമൺ ആയിട്ട് പുറത്തെടുക്കും. 9 എടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 9 into 3 ആണ്. അപ്പൊ 3 ക്യൂബ്. 9 into 3 ക്യൂബ് എന്ന് 27q ക്യൂബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? 9m എന്താണ്? 3q ക്യൂബ് ഈക്വൽ ടു m. a ക്യൂബ് ഈക്വൽ ടു 9m എന്നുള്ള ഫോം നമുക്ക് കിട്ടി. ഇനി അടുത്ത്
when r equal to 1. r 1 ആവുന്ന കണ്ടീഷൻ. r 1 ആവുമ്പോൾ എന്ത് പറ്റും? a equal to 3q plus 1. ഇനി ഇതേപോലെ എന്ത് ചെയ്യുന്നു? ക്യൂബിങ് ബോത്ത് സൈഡ്, രണ്ട് സൈഡും ക്യൂബ് ചെയ്യുന്നു. അപ്പം എന്ത് കിട്ടും? a cube equal to 3q plus 1 the whole cube. x plus y the whole cube ന്റെ ഇക്വേഷൻ x plus y the whole cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x cube plus 3x square y plus 3y square 3xy square plus y cube. ഈ ഐഡന്റിറ്റി എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? a cube equal to 3q whole cube plus 3 into 3q square into 1 plus 3 into 3q into 1 square plus 1 cube. ഇനി എന്താണ്? a cube equal to 3q the whole cube ആവുമ്പോൾ 27q cube plus 3q square ആവുമ്പോൾ 3 into 9q square plus 9q plus 1. a cube equal to 27q cube 3 into 9 27q square plus 9q plus 1. ഇത് നമുക്ക് ഇനി എന്താണ്? 9 കോമൺ ആയിട്ട് ഈ 3 ടേംസ് ഒന്നും കൂടെ 9 കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുക്കുന്നു. 9 ഇൻറ്റു എന്ത് കിട്ടും? 3q ക്യൂബ് പ്ലസ് 3q സ്ക്വയർ പ്ലസ് q പ്ലസ് 1. a cube equal to 9m plus 1 where m equal to എന്താണ്? 3q ക്യൂബ് പ്ലസ് 3q സ്ക്വയർ പ്ലസ് q. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായോ? r equal to 0 ആവുന്ന കണ്ടീഷനും r equal to 1 ആവുമ്പോഴും ഉള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ r equal to 0 ആയപ്പോൾ നമുക്ക് a ക്യൂബ് എന്തെന്ന് കിട്ടി? 9m. ഇനി പോസിറ്റീവ് ഇൻറ്റിജറിന്റെ ക്യൂബ് നമുക്ക് 9m എന്ന് റെപ്രസെന്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. അതേപോലെ r equal to 1 ആവുന്ന കണ്ടീഷനിൽ എന്തെന്നും കണ്ടു? a ക്യൂബ് equal to 9m plus 1 എന്നും നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തിനി r equal to 2 ആവുമ്പോഴുള്ളതാണ്. when r equal to 2. r 2 ആവുമ്പോൾ എന്താണ്? a equal to 3q plus 2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യും? ക്യൂബിങ് ബോത്ത് സൈഡ്, രണ്ട് സൈഡും ക്യൂബ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? a ക്യൂബ് ഈക്വൽ ടു 3q പ്ലസ് 2 ദി ഹോൾ ക്യൂബ്. നമ്മൾ എന്ത് കൊടുക്കും? ഐഡന്റിറ്റി x പ്ലസ് y ദി ഹോൾ ക്യൂബ് എന്നുള്ള ഐഡന്റിറ്റി അപ്ലൈ ചെയ്യും. a ക്യൂബ് ഈക്വൽ ടു 3q ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 3q സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3q ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് ഈക്വൽ ടു 27q ക്യൂബ് പ്ലസ് 27q സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 9q പ്ലസ് 9q ഇൻറ്റു 4 പ്ലസ് 2 ക്യൂബ് 8. ഓക്കെ, equal to 27q ക്യൂബ് പ്ലസ് 54q സ്ക്വയർ പ്ലസ് 36q പ്ലസ് 8. ഇനി എന്താണ്? ഇത് ഫസ്റ്റ് 3 ടേംസ് നമ്മൾ 9 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. 9 ഇതാക്കി 3q ക്യൂബ് പ്ലസ് 6q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 8 ഈക്വൽ ടു 9m പ്ലസ് 8 where m എന്താണ്? 3q ക്യൂബ് പ്ലസ് 6q സ്ക്വയർ പ്ലസ് 4q. കിട്ടിയില്ലേ? അപ്പൊ നമുക്കിത് എന്ത് മനസ്സിലായി? ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെയും
അതിന്റെ ക്യൂബിനെ, ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിന്റെയും ക്യൂബിനെ നമുക്ക് 9m 9m or 9m plus 1 or 9m plus 8 എന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിവിടെ തെളിയിച്ചു. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്വീറ്റ് സെല്ലർ ഹാസ് 420 കാജു ബർഫീസ് ആൻഡ് 130 ബദാം ബർഫീസ്. She wants to stack them in such a way that each stack has the same number and take up the least area of the tray. What is the maximum number of burfies that can be placed in each stack for this purpose? അതായത് ഒരു സ്വീറ്റ് സെല്ലറിന്റെ കയ്യിൽ 420 കാജു ബർഫിയും 130 ബദാം ബർഫിയും ഉണ്ട്. അവർക്കത് ഒരു ട്രേയിൽ അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം? ആ ട്രേയിൽ കുറച്ച് ഏരിയ മാത്രം, ലീസ്റ്റ് ഏരിയ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ. പക്ഷെ എന്തോ ആയിരിക്കണം, അതിന്റെ സ്റ്റാക്കിനകത്തുള്ള സംഭവത്തിന്റെ എണ്ണം എങ്ങനെ ആയിരിക്കണം? സെയിം ആയിരിക്കണം. സ്റ്റാക്കിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ബർഫീസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോ സ്റ്റാക്കിലും സെയിം ആയിരിക്കണം. അവരിപ്പോ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഓരോ സ്റ്റാക്കിലും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. അതുപോലെ ട്രേയുടെ കുറച്ച് ഭാഗം മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അതിനെ അറേഞ്ച് ചെയ്യാം എന്നതാണ് ചോദ്യം. അതുപോലെ തന്നെ എന്താണ് അവരുടെ അടുത്ത പറഞ്ഞേക്കുന്നത്? What is the maximum number of burfies that can be placed in each stack? ഓരോ സ്റ്റാക്കിലും വെക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ, ബർഫിയുടെ എണ്ണം, മാക്സിമം എണ്ണം എത്രയാണ് എന്നുള്ളതുമാണ് നമുക്കിതിൽ കണ്ടെത്താനുള്ളത്. ഇതിൽ മറ്റൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ തന്നേക്കുന്ന എന്താണ് ബർഫീസിന്റെ എണ്ണം ഉണ്ടല്ലോ, 420യും 130യും. ഇത് രണ്ട് നമ്പേഴ്സിന്റെയും HCF കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം എത്ര ബർഫീസ് ഒരു സ്റ്റാക്കിൽ വെക്കാം എന്നുള്ള എണ്ണമായിരിക്കും നമ്മുടെ HCF എന്ന് പറയുന്നത്. അതുപോലെ അത്രയും എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. ആ HCF എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന HCF ഏത് നമ്പർ ആണോ ആ അളവിൽ നമ്മൾ സ്റ്റാക്കിൽ വെച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്താണ്? ട്രേയുടെ ഏറ്റവും ലീസ്റ്റ് പോർഷനും ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് HCF ഓഫ് എന്ത് കണ്ടുപിടിക്കാം? 420യും 130യും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലാർജസ്റ്റ് നമ്പറിനെ സ്മാളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 420 ഡിവൈഡ് ബൈ 130 ചെയ്തു. ഇനി 3 ടൈംസ് എത്ര വരും? 0 9 3. റിമൈൻഡർ 30. അപ്പോൾ നമുക്ക് എഴുതാം 420 ഈക്വൽ ടു 130 ഇൻറ്റു 3 പ്ലസ് 30. നമ്മുടെ റിമൈൻഡർ എത്രയാണ്? 30 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈസർ 30 റിമൈൻഡറും തമ്മിൽ ഒന്നുകൂടി ഡിവൈഡ് ചെയ്യും. 130 30 4 ടൈംസ് 120 0 10. എന്ത് ചെയ്യുന്നു? 130 ഈക്വൽ ടു 130 ഈക്വൽ ടു 30 ഇൻറ്റു 4 പ്ലസ് 10. ഇതിൻ്റെ റിമൈൻഡർ 10 വന്നു. 10ഉം 30യും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. 30 10 3 ടൈംസ് 30 റിമൈൻഡർ 0. 30 ഈക്വൽ ടു 10 ഇൻറ്റു 3 പ്ലസ് 0. നമ്മുടെ HCF ഇവിടെ എത്ര ആണെന്ന് കിട്ടി? HCF ഈക്വൽ ടു 10. അതായത് എന്താണ്? സ്വീറ്റ് സെല്ലറിന് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സ്റ്റാക്കിലും 10 ബർഫീസ് വീതം അറേഞ്ച് ചെയ്യാം. എന്താന്ന് പറയാം? സ്വീറ്റ് സെല്ലർ can make stacks of 10 for both burfies. Okay, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march in the same number of columns. What is the maximum number of columns in which they can march? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആർമി മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്? അവരെത്ര ഉണ്ട്? 616 616 മെമ്പേഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യാണ്? ആർമിയുടെ തന്നെ ഒരു ബാൻഡ്, 32 മെമ്പേഴ്സ് ഉള്ള ആർമിയുടെ തന്നെ ഒരു ബാൻഡിന്റെ പുറകിലായിട്ട് മാർച്ച് ചെയ്യുകയാണ് ഒരു പരേഡിന്. അപ്പൊ എന്താണ്?
the two groups are to march in the same number of columns. ഈ രണ്ട് ഗ്രൂപ്പുകാർക്കും മാർച്ച് ചെയ്യേണ്ടത് എന്താണ്? കോളം അവർ മാർച്ച് ചെയ്യാൻ നിൽക്കുന്നതിന്റെ രീതി എന്ന് പറയുന്നത് കോളംസ് സെയിം ആയിരിക്കണം, സെയിം നമ്പർ ആയിരിക്കണം. ആ രണ്ട് ഗ്രൂപ്പിന്റെയും കോളത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് ദേ ക്യാൻ മാർച്ച്? ഇതിൽ അവർക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്ന ആ കോളത്തിന്റെ എണ്ണം മാക്സിമം എത്രയാണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ മാക്സിമം നമ്പർ എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് HCF ആണ് എന്നുള്ളത്. കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന്? HCF ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് ആ മാക്സിമം നമ്പർ ഓഫ് കോളത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, അതായത് n നമ്പർ ഓഫ് കോളംസ് ആണ് ഉള്ളത്. അതായത് n എന്നത് ടോട്ടൽ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് n ആണെന്ന് നമ്മൾ വിചാരിക്കുക. അതുപോലെ എന്താണ്, ലെറ്റ് x be the number of members in each column of the band. ബാൻഡിന്റെ ഓരോ കോളത്തിലും x മെമ്പേഴ്സ് വീതമാണ് ഉള്ളതെന്നും നമ്മൾ അസ്യൂം ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ലെറ്റ് y be the എന്താണ്, y be the number of army members in each column. അതായത് അടുത്ത ആർമിയുടെ ഗ്രൂപ്പിൽ ഓരോ കോളത്തിലും y മെമ്പേഴ്സ് ആണ് ഉള്ളതെന്നും നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, നമ്മുടെ ആർമിയുടെ മെമ്പേഴ്സിന്റെ 616 അതെങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന? ഈ 616 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? n നമ്പർ ഓഫ് കോളം ആണ്, അതിൽ ഒരു കോളത്തിൽ y മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 616 എന്ന് പറയുന്നത് n into y ആയിരിക്കില്ലേ? ഓക്കെ, എന്താണ് പറഞ്ഞത്? 616 മെമ്പേഴ്സ് എന്താണ് n കോളത്തിലായിട്ട് നിൽക്കുന്നു. അതിൽ ഒരു കോളത്തിൽ y മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ഇൻറ്റു എന്താണ് മെമ്പേഴ്സ് ഇൻ ഈച്ച് കോളം ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കില്ലേ 616. അതുപോലെ 32 മെമ്പേഴ്സ് ഉള്ള ബാൻഡ് എങ്ങനെയായിരിക്കും? അവരും n കോളമാണ്, ടോട്ടൽ അവരുടെയും കോളം എന്താണ്? n നമ്പർ ഓഫ് കോളംസ് ആണ്. അതിൽ ഓരോ കോളത്തിലും x മെമ്പേഴ്സ് വീതമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 32 എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് കോളംസ് ഇൻറ്റു മെമ്പേഴ്സ് ഇൻ ഈച്ച് കോളം. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമുക്ക് വേണ്ടത്? n ആണ്. അപ്പോൾ നോക്കിയേ, 616ന്റെയും 32ന്റെയും n എന്ന് പറയുന്നത് എന്തായിരിക്കും? HCF ആയിരിക്കില്ലേ? അതായത് രണ്ടിന്റെയും ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ആയിരിക്കും നമ്മുടെ n എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് HCF of 616 32 will give the maximum number of columns in which they march. Okay, അപ്പോൾ 616ന്റെയും 32ന്റെയും HCF നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് കോളംസ് കിട്ടും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് HCF കണ്ടുപിടിക്കുന്നത്? ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണ് പറയുന്നത്? A equal to BQ plus R. 616 ആണ് നമ്മുടെ ലാർജസ്റ്റ് നമ്പർ. ലാർജസ്റ്റ് നമ്പറിനെ സ്മാളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓൺ ടൈം 32 9 2 കൊടുക്കുന്നു. 296 9 times 288 remainder 8. അപ്പോൾ എങ്ങനെ എഴുതാം? 616 equal to 32 into 19 plus 8. ഇവിടെ നമ്മുടെ റിമൈൻഡർ 0 ആയിട്ടില്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്തൊക്കെ എടുക്കും? 32നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 times 32 remainder 0. 32 equal to 8 into 4 plus 0. നമ്മുടെ HCF എന്താണ്? 8. HCF equal to 8. എന്താണ് the maximum number of columns
8 ആയിരിക്കും. Therefore, the army can march in 8 columns. നമ്മൾ എക്സസൈസ് 1.1 കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.